ലൈവിൽ അടി നടക്കാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഷാനവാസ് രാവിലെ അവിടെ നിന്നിട്ട് പറയുന്നു, അനീഷിൻ്റെ ആർമിക്കാർ വന്ന് അനിമോളെക്കുറിച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കുകയും കമൻ്റ് ഇടുകയും ചെയ്യുന്നെന്ന് അനിമോളുടെ അമ്മ വന്നപ്പോൾ പറഞ്ഞിരുന്നു എന്ന്. അവളൊരു പെൺകുട്ടിയല്ലേ, അവളെപ്പറ്റി അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ഷാനവാസ് അവിടെ നിന്നിട്ട് പറയുന്നു. അപ്പം തന്നെ ലക്ഷ്മി പറയുന്നു, ഷാനവാസും അനീഷും തമ്മിൽ പഞ്ചസാരയുടെ ഒരു പ്രശ്നമുണ്ട്. പഞ്ചസാര എടുത്തുകൊണ്ട് പോയി അത് പ്രശ്നമാണെന്ന് കണ്ടപ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നത് തമാശയൊക്കെ എടുത്തതാണെന്ന്. എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നു. ഷാനവാസിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഇന്ന് എല്ലാവരും വീടിന് വെളിയിൽ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. കാരണം ബിഗ് ബോസ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൈപ്പിൽ വെള്ളമില്ല, എല്ലാം ഓഫ് ചെയ്തേക്കാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റ്. അനീഷ് വന്ന് രാവിലെ തന്നെ നൂറെടുത്തും അതിലെടുത്തും ചൊറിയുന്നത്, നിങ്ങൾ എപ്പോഴും കിടന്ന് ഉറങ്ങുന്നവരാണല്ലോ, ഇന്നെന്ത് പറ്റി നേരത്തെ എഴുന്നേറ്റിരിക്കുന്നത്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആദിലയാണ്. പക്ഷേ ആദിലൊന്നും ചെയ്യാൻ അനീഷ് സമ്മതിക്കത്തില്ലല്ലോ. അനീഷ് തന്നെ എല്ലാം ചെയ്യണം. സ്റ്റോർ റൂമിൽ പോയി മരുന്നെടുക്കണം, രാവിലത്തെ എല്ലാ കാര്യങ്ങളും അനീഷിന് തന്നെ നോക്കണം. ഇത് അയാൾ ചെയ്യുകയും ചെയ്യും, എന്നിട്ട് അവരെ കുറ്റം പറയുകയും ചെയ്യുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരും പറയുന്നുണ്ട് തിരിച്ച്. രാവിലെ തന്നെ അനീഷ് പറഞ്ഞായിരുന്നു, നിങ്ങളോട് എന്ത് പറഞ്ഞാലും ഷാനവാസ് ഇടയ്ക്ക് കയറി പിടിക്കും. നിങ്ങൾ കൊച്ചുങ്ങളാണോ, നിങ്ങൾ കുട്ടികളാണോ, നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ഷാനവാസ് എന്തിനാണ് ഇടയ്ക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ച് അനീഷ് രാവിലെ തന്നെ ചൊറിയുന്നുണ്ട്. അനീഷിനെല്ലാം ചെയ്യുകയും വേണം, ആരെ കൊണ്ട് ചെയ്യാൻ വിടത്തതുമില്ല. ചെയ്യാൻ വിടത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ രാവിലെ എഴുന്നേക്കുന്നത്? അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അതിലേക്ക് നൂറയ്ക്ക്. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവുള്ളൂ പ്ലീസ്.